ഓക്കെ, വെൽക്കം ഓൾ. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ വേർഡ് പ്രസ് ഫസ്റ്റ് ലെസൺ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ലെസൺ 1, ഇൻസ്റ്റാളിംഗ് വേർഡ് പ്രസ് യൂസിങ് സാംബോ ഓൺ യുവർ പി സി ഓർ ലാപ്ടോപ്പ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് വേർഡ് പ്രസ് സീരീസിലെ ലെസൺ 2, ഓവർവ്യൂ ഓഫ് വേർഡ് പ്രസ്. എന്തൊക്കെയാണ് ഒരു വേർഡ് പ്രസ്സിൽ നമുക്ക് എസെൻഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡ് പ്രസ് സീരീസിലെ ലെസൺ 3 ആണ്, ഗുട്ടൻബർഗ് പോസ്റ്റ് പേജ് എഡിറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് ഗുട്ടൻബർഗ്? ആദ്യകാലത്തേക്ക് വെരി ബേസിക് ആയിട്ടുള്ള ഒരു എഡിറ്ററാണ് വേർഡ് പ്രസ്സിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി പവർഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ സൈറ്റ് എഡിറ്റിംഗ് സാധ്യമാക്കുന്ന ഒരു രീതിയിലേക്ക് എഡിറ്റർ മാറി. മുമ്പൊക്കെ നമ്മൾ എലമെൻ്ററി യൂസ് ചെയ്തിട്ടായിരുന്നു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ട് വേർഡ് പ്രസ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് വേർഡ് പ്രസ്സിൽ തന്നെ എന്താണ് ഗുട്ടൻബർഗ് എഡിറ്റർ ഉണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ടൂൾസ് യൂസ് ചെയ്യാതെ, ലൈക്ക് എലമെൻ്റ് പോലുള്ള തേർഡ് പാർട്ടി വെബ്സൈറ്റ് ബിൽഡർ യൂസ് ചെയ്യാതെ നമ്മുടെ വേർഡ് പ്രസ്സിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് വളരെ എഫിഷ്യൻറ്റും സ്പീഡും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനുമുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ, അതായത് നമ്മുടെ വേർഡ് പ്രസ്സിൽ തന്നെ ഉള്ള ഒരു സൈറ്റ് എഡിറ്റർ ആയതുകൊണ്ട് ഇത് വളരെയധികം എഫിഷ്യൻ്റ് ആണ്, സ്പീഡായിട്ടുള്ള വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓവർവ്യൂവിലേക്ക് പോവാം. ഓക്കെ, ഞാനിവിടെ എൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഓവർവ്യൂവിൽ പറഞ്ഞു നമ്മളുടെ പോസ്റ്റും പേജസും ക്രിയേറ്റ് ചെയ്യുന്നത് ഗുട്ടൻബർഗ് എഡിറ്റർ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ടും ഓപ്ഷൻ എടുത്താലും, ഇപ്പം നമുക്ക് പേജസ് പോസ്റ്റ് എടുത്തിട്ട് ന്യൂ പോസ്റ്റ് എടുത്താലും നമ്മൾ ഈ ബൈ ഡിഫോൾട്ട് കാണുന്നത് ഗുട്ടൻബർഗ് എഡിറ്റർ ആണ്. ഈ കാണുന്നതാണ് ഗുട്ടൻബർഗ് എഡിറ്റർ. ഇവിടെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ടൈറ്റിലാണ്. ടൈറ്റിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്, നമ്മളുടെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇതിന് നമ്മൾ എല്ലാം പറയുന്നത് ബ്ലോക്ക് എന്നാണ്. എന്താണ്? ബ്ലോക്സ്. ഓക്കെ, ഇപ്പം ഞാൻ ആദ്യമേ നിങ്ങൾക്കൊരു വേർഡ് പ്രസിൻ്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പേജല്ല, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പേജും ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. തമ്മിൽ വ്യത്യാസമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു വ്യത്യാസമുള്ളത് കാറ്റഗറി സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളത് ഓവർവ്യൂ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡിഫോൾട്ടായിട്ട് വരുന്നത്, ഓക്കെ, നമുക്കൊരു ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം എന്താണ് ഒരു ഡോക്യുമെൻ്റ്? നമ്മൾ പല ഡോക്യുമെൻ്റ്, വേർഡ് ഡോക്യുമെൻ്റ് കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന് 3 പാർട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഡോക്യുമെൻറ്റിൻ്റെ ഹെഡർ. അതാണ് ഡോക്യുമെൻറ്റിൻ്റെ ഹെഡർ. ഇനി താഴെ കാണുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഫൂട്ടർ. ഓക്കെ, ഇതിന് നമുക്ക് ബോഡി അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് എന്ന് വിളിക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് അല്ലെങ്കിൽ ബോഡി എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പം HTML കേസിലാണെങ്കിൽ ഇത് ഹെഡർ, ഇത് ബോഡി, ഇത് ഫൂട്ടർ. ഓക്കെ, ഇതാണ് ഒരു ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ. ഹെഡറും ബോഡിയും ഫൂട്ടറും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. നമ്മൾ വേർഡ് പ്രസ്സിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ പേജിൻ്റെ ടൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്തു. ദെൻ നമുക്കറിയാം പാരഗ്രാഫ് ആണല്ലേ, പാരഗ്രാഫ്. അപ്പോൾ ഈ ഒരു ബ്ലിങ്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ബ്ലോക്സ് എന്നാണ്. എങ്ങനെയാണ് ഞാൻ ബ്ലോക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കുക. ഞാനിവിടെ ഒരു ഹെഡിങ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഹെഡിങ് എന്ന് ടൈപ്പ് ചെയ്യുക. ഏതൊരു ഡോക്യുമെൻറ്റിനും ഒരു ഹെഡിങ് ഉണ്ടല്ലേ? അപ്പോൾ ആ ഹെഡിങ് ഞാനിവിടെ ആഡ് ചെയ്യുക. ഇവിടെ ഹെഡിങ് വന്നു. ദിസ് ഈസ് മൈ ഫസ്റ്റ് ബ്ലോഗ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ബ്ലോഗ്. ഞാനൊരു ഹെഡിങ് കൊടുത്തു. ഇനി എന്താണ് നമ്മൾ സാധാരണഗതിയിൽ ആഡ് ചെയ്യുന്നത്? നമ്മൾ എഴുതുമല്ലേ? എഴുതുന്നതിന് എന്താ വേണ്ടത്? പാരഗ്രാഫാണ്.
അപ്പൊ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ബ്ലോക്സ് എന്ന് പറയുന്നത്. എന്താണ്? ബ്ലോക്സ്. അങ്ങനെ ഡിഫറെന്റ് ബ്ലോക്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യാം? ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പ്ലസ് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ? ഇതും ചെയ്താലും എനിക്ക് ഇവിടെ നിന്നിട്ട് എനിക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന ബ്ലോക്ക് ഡീറ്റെയിൽസിനെ ബ്ലോക്കിനെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? അല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പാരഗ്രാഫ് ആണെങ്കിൽ p/ ഇട്ടിട്ട് പാരഗ്രാഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ എൻ്റെ കണ്ടന്റ് ആഡ് ചെയ്യണം. ദിസ് ഈസ് മൈ ഫസ്റ്റ് ബ്ലോഗ് ഓൺ WordPress. WordPress is an amazing blogging platform. Like to learn it. Okay. Then ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പിക്ചർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടുന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. പ്ലസ് അടിച്ചു. നമ്മളൊരു താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇമേജ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മീഡിയ ലൈബ്രറി നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ ഒരു ഓപ്ഷൻ വരും. അപ്ലോഡ് കൊടുക്കുക. ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഡ് ചെയ്യേണ്ട പിക്ചർ നമ്മൾ ബ്രൗസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയല് പറഞ്ഞു കൊടുക്കുക. ഓക്കെ ഓക്കെ ദെൻ മീഡിയ ലൈബ്രറി ഇവിടുന്ന് ബ്രൗസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ എന്തോ ബഗ് ഉണ്ട്, അത് വേർഡ്പ്രസിൻ്റെ ആണ്. അത് അവരടുത്ത അപ്ഡേഷനിൽ ഓക്കെ ആയിക്കോളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടുന്ന് പിക്ചർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ നമുക്ക് ബ്ലോഗ് റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. ഹെഡിങ്, പിന്നെ നമ്മുടെ ടെക്സ്റ്റൽ കണ്ടന്റ്, ദെൻ ഇവിടെ ഇമേജ്. നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ വന്നിട്ട് സെറ്റിങ്സ് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പം നമ്മളുടെ നിലവിലുള്ള പോസ്റ്റിന്റെ സെറ്റിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ബ്ലോക്ക് സെറ്റിങ്സ് എടുക്കുക. എവിടെയാണ് ക്ലിക്ക് ചെയ്തത്? ഇവിടെ ബ്ലോക്ക് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് ഓരോ ബ്ലോക്കും നമ്മൾ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്കിന്റെ ഒരു ടൂൾ ബോക്സ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഏത് ടൂളിലാണ് ഏത് ബ്ലോക്കിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്? ഹെഡിങ് എന്ന് പറയുന്ന ബ്ലോക്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെറ്റിങ്സുകളാണ് ഇവിടെ നമുക്ക് കാണിച്ചിരുന്നത്. ആ ബ്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെറ്റിങ്സുകൾ ഇവിടെ പോപ്പുലേറ്റ് ചെയ്ത് വരും. ഇവിടെ ഞാൻ പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ സെറ്റിങ്സുകൾ മാറും. ഇനി ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ, കണ്ടോ? ഓരോ സെറ്റിങ്സുകളും ഓരോ ബ്ലോക്കിനും അതിൻ്റെതായിട്ടുള്ള സെറ്റിങ്സുകളുണ്ട്. ആ സെറ്റിങ്സ് ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. ദെൻ നമുക്ക് വീണ്ടും കാണണമെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ആദ്യത്തെ ബ്ലോക്ക്, ഹെഡിങ് ബ്ലോക്ക് ഞാൻ സെലക്ട് ചെയ്തു. അവിടെ ആ ബ്ലോക്കിന്റെ എന്താണ് ലോഡായിരിക്കുന്നത്? ആ ബ്ലോക്കിന്റെ ബ്ലോക്ക് ടൂൾ ബോക്സ് ആണ് ലോഡായിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ ബ്ലോക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഈ ഹെഡിങ് ബ്ലോക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? പാരഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു ഡ്രാഗ് എന്ന് പറയുന്ന ബട്ടൺ ഐക്കൺ യൂസ് ചെയ്യാം. ഞാൻ പഴയ പോലെ ആക്കുകയാണ്. ഇനി നമുക്ക് ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ബ്ലോക്കുകളെ മൂവ് ചെയ്യാം. ഇപ്പോൾ വെബ്സൈറ്റ് ബിൽഡിങ്ങിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ഇതിൻ്റെ വിഡ്ത്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കിതൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് നോക്കാം. പബ്ലിഷ് ഓക്കെ. ദെൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ബ്ലോഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബ്ലോഗ് പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റുവാണേ. ഓക്കെ, എന്താണ് മാറ്റുന്നത്? ഞാൻ അതിൻ്റെ വൈഡ് വിഡ്ത്ത് എന്ന് കൊടുക്കുവാണ്. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കാറ്. ഫുൾ വിഡ്ത്തും കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഓരോ ബ്ലോക്കിൻ്റെയും ഇതുപോലെ
മാറ്റി കൊടുക്കുക. ഓക്കെ ഓക്കെ ദെൻ ഇമേജ്, ദെൻ വൈഡ് വിഡ്ത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫുൾ വിഡ്ത്ത് കൊടുത്താൽ മതി. ഫുൾ വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിൻ്റെ സൈസിനനുസരിച്ച് കിട്ടും. ഇനി വൈഡ് വിഡ്ത്ത് ആണ് കൊടുക്കുന്നതെങ്കിൽ 1280 പിക്സൽ വൈഡ് ആയിട്ടായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്കൊന്ന് പ്രിവ്യൂ എടുക്കാം. ഓക്കെ, കണ്ടോ കുറച്ചുകൂടി വിഡ്ത്ത് കൂടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു അപ്പിയറൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് നമ്മളുടെ ഹെഡിങ് ടാബിൻ്റെ സെറ്റിങ്സുകൾ നമുക്ക് ഹെഡിങ് ബ്ലോക്കിൻ്റെ സെറ്റിങ്സുകൾ നമുക്ക് നോക്കാം. വിഡ്ത്ത് അലൈൻ എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, ഇനി ഏതാണ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ H1, H2, H3 അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമ്മളത് മാറ്റുന്നതനുസരിച്ചിട്ട് നിങ്ങൾ അത് മനസ്സിലാവുന്നുണ്ട്. H3, H4, H5, H6. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്ലോക്ക് യൂസ് ചെയ്യേണ്ടത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനൊക്കെ ഇത് എന്താണ് വളരെ ഉപകാരപ്പെടുന്ന ഒരു ബ്ലോക്കാണ്. ദെൻ ഇവിടെ അലൈൻ ലെഫ്റ്റ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. അലൈൻ സെൻറ്റർ കൊടുക്കാം, അലൈൻ റൈറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രോപ്പറായിട്ട് ആ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് ചെയ്യാൻ ഇവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു ബ്ലോക്കിനെ സെലക്ട് ചെയ്യുക, ബോൾഡ് ആക്കാം, അതുപോലെ തന്നെ ഇറ്റാലിക്സ് ആക്കാം, അതുപോലെ തന്നെ അതിനെ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാം. ലിങ്ക് നമുക്ക് ഇവിടെ നിലവിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു പേജിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള https://www.google.com നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലിങ്ക് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ നോക്കുക, നമുക്കൊന്ന് പ്രിവ്യൂ ചെയ്യാം. കണ്ടോ, ബോൾഡും ഇറ്റാലിക്സും ആയിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗൂഗിളിലേക്ക് പോകുന്നതും കാണാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ ലിങ്ക് കൊടുക്കാൻ കൂടി. ഇനി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലെ സെറ്റിങ്സുകൾ നോക്കാം. നമ്മുടെ ഹെഡിങ്ങിൻ്റെ സെറ്റിങ്സുകൾ നോക്കാം. ആസ്ട്രസിക്ക് സൈൻ വന്നിട്ടുണ്ട്, അത് വേണ്ടെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് കൊടുക്കാം. ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ. അപ്പോൾ ആ ബ്ലോക്കിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. ദെൻ നമുക്ക് വേണം ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ലിങ്കിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സൈസ് M, L, XL, XSL അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ് ആണ്. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാഡിങ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്പേസ് വരുന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സ്പേസ് വരും അല്ലേ? മുകളിലുള്ളതും ടോപ്പിലുള്ളതും ബോട്ടമുള്ളതുമായിട്ടുള്ള ആ ഡിസ്റ്റൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ആ കണ്ടന്റിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാഡിങ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ പാഡിങ് എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് മാർജിൻ? അതും നമുക്ക് ആ കണ്ടന്റിനെ ആ പർട്ടിക്കുലർ ബ്ലോക്കിൻ്റെ മാർജിൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റും ടോപ്പും ബോട്ടവും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് ആ കളറിൽ നിന്ന് വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാവും ഇതാണ് നമ്മുടെ കണ്ടന്റ്. അത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്നത് വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സെറ്റിങ്സുകൾ കൊടുത്തിട്ട് നിങ്ങളത് ഓക്കെ കൊടുക്കുക. then നമുക്ക് ബോർഡർ സെറ്റിങ്സ് ആണ് അടുത്തത്. ബോർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ബോർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പിക്സൽ വാല്യൂ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ നോക്കുക 2 എന്ന് കൊടുത്തു. ദെൻ ഇവിടെ ഞാൻ കളർ കൊടുക്കണം, കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു നമ്മുടെ പാലറ്റിൽ നിന്ന് നമ്മൾ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. റെഡ് കൊടുത്തു, ദെൻ എൻ്റർ കൊടുക്കുക. ഓക്കെ, ക്ലിയർ. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോർഡർ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ലാൻഡിംഗ് പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇതുപോലത്തെ ബോർഡറുകൾ വരുന്നത്? അതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, താഴോട്ട് വരുന്നു. ദെൻ 2 പിക്സൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 3 or 5 കൊടുത്തു നോക്കാം നമുക്ക്. ഓക്കെ, 5 ഇറ്റ്സ് ഓക്കെ.
ഫൈൻ. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ അപ്പർ കോർണറിൽ നമുക്ക് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേരിയേഷൻസ് നമുക്ക് വരുത്താൻ പറ്റും. അത് എവിടെ നിന്നാണ് ക്ലിക്ക് ചെയ്യുന്നത് മനസ്സിലായാലും ദേ ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ പാഡിങ്ങിനായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെറ്റിങ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പാഡിങ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മാർജിൻ ആണെങ്കിലും ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മാർജിനും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ വേരിയേഷൻസ് ആണ് ഔട്ട്പുട്ടിൽ വരുന്നത് നോക്കിയിട്ട് ട്രയൽ ആൻഡ് മെത്തേഡിലൂടെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഇനി അഡ്വാൻസ് ഒക്കെ നമുക്ക് കോഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ ആവശ്യം ഇല്ല. അപ്പോൾ നമ്മൾ ആ ഹെഡിങ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൻ്റെ സെറ്റിങ്സുകൾ നമ്മൾ കണ്ടു. ഇനി പാരഗ്രാഫിലേക്ക് പോകാം. സിമിലർ ആണ്, ഏകദേശം സിമിലർ ആണ്. ടെക്സ്റ്റിൻ്റെ കളറ് ഞാനിവിടെ ഓറഞ്ച് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ അഗെയിൻ ബ്ലാക്ക് കൊടുത്തു. ദെൻ ഇവിടെ ഫോണ്ട് സൈസ്, അതുപോലെ തന്നെ ഡയമെൻഷൻസിൽ പാഡിങ് മാർജിൻ അതൊക്കെ സെയിം ആണ്. ബോർഡർ കൊടുക്കുന്നത് സെയിം ആണ്. ദെൻ ഇതിൻ്റെ ഒരു റേഡിയസ് എന്ന് പറഞ്ഞിട്ട് ചെക്കിംഗ് ഉണ്ട്. അതിൽ നമുക്ക് 10 കൊടുത്ത് നോക്കാം. കണ്ടോ? അല്ലെങ്കിൽ ഒരു 50 കൊടുത്ത് നോക്കാം. ക്ലിയർ? എന്ത് രസമാണല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതും മനസ്സിലായി. സേവ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഇമേജിൻ്റെ ആണ്. ഇമേജിൻ്റെത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ഒക്കെയാണ്. ഇത് നമുക്ക് എന്താണ്, ഒരു ഇമേജ് ലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജ് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടെന്നൊരു ടെക്സ്റ്റ്, ഉദാഹരണത്തിന് ലാപ്ടോപ്പ് ഇമേജ്, ഇതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ ഇമേജ് ലോഡ് ആയില്ലെങ്കിൽ അവിടെ അതിന് പകരം ഈ ടെക്സ്റ്റ് അവിടെ കാണിക്കും. ഇനി ഇവിടെ നോക്കിയ സ്റ്റൈൽസ് അതെടുക്കുക. അതെടുത്തിട്ട് റൗണ്ടഡ് കൊടുക്കുക. നമുക്ക് ഇമേജസ്, നിങ്ങളൊരു സ്ക്വയർ ഇമേജാണ് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത് റൗണ്ടഡ് ഷേപ്പിലേക്ക് വരും. ഇനി ഡുവൽ ടോൺ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അവിടെ ആ ഒരു എഡ്ജിലൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നോക്കുക. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കളർ ടോണിനനുസരിച്ച് ഇമേജ് മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ബാക്കിയെല്ലാം സെയിം ആണ്. നോക്കുക, ഇവിടെ ഡയമെൻഷൻസ്, മാർജിൻസ്, അതുപോലെ തന്നെ ബോർഡർ കൊടുക്കാം 12, റേഡിയസ് വേണമെങ്കിൽ കൊടുക്കാം 50. ഇതെല്ലാം ഇമേജസ് നിങ്ങൾക്കൊരു നമ്മളിവിടെ ബോർഡർ കൊടുത്തു. ബോർഡർ 12 പിക്സൽ കൊടുത്തു. ഇനി അതിൻ്റെ കളർ സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വരിക, ഓറഞ്ച് കൊടുത്തു. ഓക്കെ, നമുക്കൊന്ന് നമ്മുടെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട വെബ്സൈറ്റ് ആണോ ഇത്? അല്ല, നമ്മുടെ പോസ്റ്റ് കുറച്ചുകൂടെയൊക്കെ നമ്മൾ മനോഹരം ആക്കി. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ വേർഡ്പ്രസ്സിൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം? കുറച്ചുകൂടി നിങ്ങൾക്ക് ആവശ്യമായ കുറച്ച് ബ്ലോഗ്സ് നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും നിങ്ങൾക്ക് കിട്ടും. അതിനെല്ലാം ഇതുപോലെ ബ്ലോക്കിന് പ്രോപ്പർട്ടീസ് ഉണ്ട്, സെറ്റിങ്സുകളുണ്ട്. അതിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചു തരും. അത് അവിടെ കോൺഫിഗർ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇവിടെ പാരഗ്രാഫ് നമ്മളിപ്പോൾ കണ്ടു, ഹെഡിങ് എന്താണെന്ന് കണ്ടു. ഇനി ലിസ്റ്റ്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കോട്ട് യൂസ് ചെയ്യാം, കോഡ് ഇൻസേർട്ട് ചെയ്യുന്ന യൂസ് ചെയ്യാം. ഇനി ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി മാത്തമാറ്റിക്കൽ ഫോർമുലാസ് നമുക്ക് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. പ്രീ ഫോർമാറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫോർമാറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ. ഇനി പുൾ കോട്ട്, ഇങ്ങനെ കൊട്ടേഷൻ പോലെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ, കോട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്താണ്, ഇപ്പോൾ ബൈബിൾ കോട്ട്സ് ഒക്കെ വരുന്നില്ല, അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ പുൾ കോട്ട്സ് യൂസ് ചെയ്യുക. ഇനി ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ടേബിൾ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ്, അതായത് ഓരോ ടൂളും എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളുടെ വേർഡ്പ്രസ് ലൈബ്രറിയിലുണ്ട്. ഈ വേർഡ്പ്രസ് ലൈബ്രറിയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. പെയ്ഡ് കമ്മ്യൂണിറ്റിയിലാണ് അതിൻ്റെ ഫുൾ ആക്സസ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, എനിവേ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടേബിളിൽ എന്തൊക്കെയുണ്ട്, എത്ര കോളമുണ്ട്, എത്ര റോ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്തതിനു ശേഷം ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2 കോളവും 2 റോയും നമുക്ക് കിട്ടി. ഇനി അതിനകത്ത് സാധാരണ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കണ്ടന്റ്
ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു ടേബിൾ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പഠിച്ചു. അപ്പം ബിൽഡിങ്ങിന് അതിൻ്റെയും എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഹെഡർ സെക്ഷൻ ആഡ് ചെയ്യാം, ഫൂട്ടർ സെക്ഷൻ ആഡ് ചെയ്യാം. ഇവിടെ ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ വാല്യൂസ് എല്ലാം എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ സെറ്റ് ചെയ്യാം. ദെൻ അതിൻ്റെ സൈസ്, ടെക്സ്റ്റിൻ്റെ സൈസ് സെയിം ആസ് നമുക്ക് എന്താണ് പാഡിങ്ങും മാർജിനും നിങ്ങൾക്ക് ചെയ്തിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാവുന്നതാണ്. ഇനി ഡയമെൻഷൻസ് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ബോർഡറും അതിൻ്റെ റേഡിയസും. ഇപ്പോൾ ബോർഡർ നമുക്കൊരു ബ്ലാക്ക് കളർ മതിയെങ്കിൽ അങ്ങനെ പിക്സൽ സൈസ് 10 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സൈസ് കൂടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വേണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് മാത്രം ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ ഇങ്ങനെ നിങ്ങൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എഫക്റ്റ് ചെയ്യുക, സേവ് കൊടുക്കുക, ജസ്റ്റ് പ്രിവ്യൂ ചെയ്യാൻ നമുക്ക് നമ്മളുടെ ടേബിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കി, നമുക്ക് ഈ രണ്ട് ബ്ലോക്കുകൾ തമ്മിലുള്ള സ്പേസ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് എടുത്തു. ഓക്കെ, ഞാനിവിടെ ഈ ഒരു പാരഗ്രാഫ് ബ്ലോക്ക് എടുത്തു. അതിനുശേഷം നമുക്ക് ആഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടോ? ഈ ആഡ് ആഫ്റ്റർ എടുത്തിട്ട് നമ്മൾ /സ്പേസർ എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ആഡ് ചെയ്യണം. ഇവിടെ ഇതിൻ്റെ 100 പിക്സലിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. നമുക്കൊരു 25 കൊടുത്ത് നോക്കാം, 25 കൊടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് കാണുന്നത്? നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്രിവ്യൂ കിട്ടുന്നുണ്ട്, എങ്കിലും നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഇതായിരുന്നു നമ്മളുടെ ആദ്യത്തെ ആ ബ്ലോക്കുകൾ തമ്മിലുള്ള വിഡ്ത്ത്. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. കണ്ടോ, വിഡ്ത്ത് കൂടി. ഇനി നമുക്കൊന്ന് 100 ആക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യാം, റീഫ്രഷ് ചെയ്യാം. കണ്ടോ, ആ ഒരു ബ്ലോക്കുകൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെ സ്പേസിങ് നമുക്ക് സ്പേസർ എന്ന് പറയുന്ന ടൂൾ വെച്ച് ബ്ലോക്ക് വെച്ച് കൊടുക്കാം. എന്താ ഇവിടെ നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കുക. അതിന് ആഡ് ആഫ്റ്റർ, ആഡ് ബിഫോറും ഉണ്ട്. നമുക്ക് ആഫ്റ്ററും ചെയ്യാം, ബിഫോറും ചെയ്യാം. എവിടെയാണോ ഒരു ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ബിഫോർ ആണോ ആഫ്റ്റർ ആണോ, നമുക്കൊന്ന് ബിഫോർ ചെയ്ത് നോക്കാം. ബിഫോർ ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ ഈ പാരഗ്രാഫിൽ എടുത്തിട്ട് ആഡ് ബിഫോർ കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്തു നിങ്ങൾക്ക് കാണാം, അതിൻ്റെ മുകളിലേക്ക് വന്നു അല്ലേ. നമ്മൾ സ്പേസർ കൊടുത്തു. ദെൻ ഓക്കെ, ഇവിടെ ഒരു 50 സ്പേസ് കൊടുത്തു, 50 പിക്സൽ കേട്ടോ. ഇവിടെ നമ്മൾ ഈ വാല്യൂസ് എന്ന് പറയുന്നത് പിക്സലിലും പെർസെൻറ്റേജിലൊക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ ഇത് വെബ് ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് യൂണിറ്റുകളാണിത്. ഇതൊക്കെ നമ്മുടെ അഡ്വാൻസ് ആയിട്ടുള്ള വേർഡ്പ്രസ് ക്ലാസ്സുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിന്. ഓക്കെ, ദെൻ സേവ് കൊടുക്കുക, പ്രിവ്യൂ കൊടുക്കുക. ക്ലിയർ ആയോ? ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ടത്. നിങ്ങളുടെ പോസ്റ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. പേജിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്, വലിയ വ്യത്യാസമില്ല. ആകെ ഇവിടെ നമുക്കൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം അല്ലേ. ഇവിടെ ഒരു കാറ്റഗറി ഓപ്ഷൻ, പോസ്റ്റിൻ്റെ സെറ്റിങ്സുകൾ എടുത്തു കഴിഞ്ഞാൽ കാറ്റഗറി വരും. പേജിൽ നമുക്ക് കാറ്റഗറി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ബ്ലോഗ് എന്ന് പറഞ്ഞാലും പേജസ് തന്നെയാണ്. ഓക്കെ, ഇനി ഓൾ പേജസ്, ഞാനിവിടെ ഒരു പുതിയ പേജ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ടൈറ്റിലിൻ്റെ അവിടെ ഞാനിപ്പോൾ ഡെമോ 2 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമുക്കൊരു ഓപ്ഷൻ വരുന്നത് സാധാരണഗതിയിൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് ആഡ് ചെയ്യാം. /ഹെഡിങ്, മൈ ഹെഡിങ്. ഓക്കെ, മൈ ഹെഡിങ്. അടുത്ത എന്തായിരിക്കും, നമുക്ക് നേരത്തെ പഠിച്ച പോലെ ഇവിടുന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ബിഫോറോ ആഡ് ആഫ്റ്ററോ കൊടുത്തിട്ട് നമുക്ക് അടുത്ത് എന്താണ്, പാരഗ്രാഫ് നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലേ. പാരഗ്രാഫ്. ഓക്കെ, പാരഗ്രാഫ്. ദെൻ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്തത് നമ്മൾ ഇമേജ് ആഡ് ചെയ്യാം. നമുക്ക് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇമേജ് എന്ന് സെർച്ച് ചെയ്യാം. സ്ലാഷ് ഇട്ടിട്ട് വേണം കേട്ടോ, /image.
ഓക്കെ, നമുക്ക് മീഡിയ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് വെക്കുക, അപ്ലോഡ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് എന്താണ് നമ്മൾ ആഡ് ആഫ്റ്റർ. ഞാനിപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്യാൻ പോകണം, /വീഡിയോ. ഓക്കെ, വീഡിയോ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബ്രൗസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു യൂട്യൂബ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം, യൂട്യൂബ് വീഡിയോസ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ആഡ് ആഫ്റ്റർ കൊടുത്തു. ആഡ് ആഫ്റ്റർ കൊടുത്തതിന് ശേഷം ഞാനിവിടെ പ്ലസ് കൊടുക്കുവാണ്. എന്നിട്ട് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കാം, മീഡിയയിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം, ഗാലറി ആഡ് ചെയ്യാം, അതായത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊക്കെ വരും. ഓഡിയോ ആഡ് ചെയ്യാം, കവർ ഇമേജസ് ആഡ് ചെയ്യാം, ഫയൽ ആഡ് ചെയ്ത് വെക്കാം ഡൗൺലോഡിങ്ങിന് വേണ്ടിയിട്ട്, മീഡിയയും ടെക്സ്റ്റും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ദെൻ വീഡിയോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി ഇവിടെ നമുക്കൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരിക, എംബഡ്സിൽ വരിക. എംബഡ്സിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ എടുക്കുക. ഓക്കെ, ഞാൻ ഈ URL എടുത്തു. URL എടുത്തിട്ട് നമ്മളിവിടെ തിരിച്ചു വന്നിട്ട് പേജ് ബിൽഡറിൽ നമ്മളത് പേസ്റ്റ് ചെയ്തു. ദെൻ എംബഡ് കൊടുക്കുക. ഓക്കെ, പബ്ലിഷ് കൊടുക്കുക, പബ്ലിഷ്, ദെൻ റീഫ്രഷ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വീഡിയോയ്ക്കും നമുക്ക് എന്താണ് സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് റീസൈസ് ഫോർ സ്മോൾ ഡിവൈസസ് കൊടുത്തേക്കണം, എന്നാലേ മൊബൈലിലേക്ക് വരുമ്പോഴത്തെ റെസ്പോൺസീവ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും മാർജിൻ നമുക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, മാർജിനും രണ്ട് സ്ഥലത്തെയും മാർജിൻ നമുക്ക് അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എല്ലായിടത്തും കോമൺ ആണ്, നിങ്ങളെല്ലാം ഒന്ന് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എന്തൊക്കെ നമുക്ക് എംബഡ് ചെയ്യാം, ട്വിറ്റർ എംബഡ് ചെയ്യാം, അതുപോലെ തന്നെ വേഡ്പ്രസ് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റം കോഡ്. ഓക്കെ, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എംബഡ് കോഡ് തരുന്നുണ്ടെങ്കിൽ എംബഡ് ചെയ്യാം. അതുപോലെ തന്നെ സൗണ്ട് ക്ലൗഡ്, സ്പോട്ടിഫൈ, വിമിയോ ക്ലൗഡ്, സൗണ്ട് ക്ലൗഡ്, അങ്ങനെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ സോഷ്യൽ മീഡിയാസ് എന്നുള്ള കണ്ടന്റ് നമുക്കിവിടെ എംബഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ മെയിനായിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബട്ടണിൻ്റെ കാണിച്ചു തരാം. ബട്ടണിൻ്റെ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുക, ദെൻ ഇതിന് അലൈൻമെൻറ്റ് കൊടുക്കുക, ദെൻ സെൻറ്റർ, ദെൻ ടൈം. ദിസ് ഈസ് എ ബട്ടൺ. ഓക്കെ, ബട്ടൺ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ലിങ്ക് കൊടുക്കാം. നേരത്തെ കാണിച്ച പോലെ നമുക്ക് വേണമെങ്കിൽ പേജസ് ഇവിടെ കാണിച്ചു തരും. നമുക്കിവിടെ വേണമെങ്കിൽ https://www.google.com എന്ന് അടിച്ചിട്ട് എൻ്റർ കൊടുക്കുക. ദെൻ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ.